ഫുട്ബോൾ ലോകത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. കളിക്കാരും കോച്ചുകളും വരും പോകും. എന്നാൽ ചിലർ വരുന്നത് ചരിത്രം തിരുത്തിക്കുറിക്കാനാണ്. 2016 മാഞ്ചസ്റ്ററിലെ നീലക്കുപ്പായക്കാർക്കിടയിലേക്ക് അയാൾ നടന്നു വന്നപ്പോൾ ആരും കരുതിയിരുന്നില്ല അത് ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യുഗത്തിന്റെ തുടക്കമാണെന്ന്. അതെ, നീണ്ട 10 വർഷത്തെ സമാനതകളില്ലാത്ത വിജയഗാഥയ്ക്ക് ശേഷം പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയോട് വിട പറഞ്ഞു. ഒരു കോച്ച് എന്നതിലുപരി സിറ്റിയെ ഒരു ഗ്ലോബൽ സൂപ്പർ പവറാക്കി മാറ്റിയ മാന്ത്രികനാണ് അദ്ദേഹം. നമുക്ക് 10 വർഷം പുറകോട്ടു പോകാം. ബാഴ്സലോണയിലും ബയൺ മ്യൂണിക്കിലും തന്റെ ടിക്കിടാക്ക തന്ത്രങ്ങൾ കൊണ്ട് യൂറോപ്പ് കീഴടക്കിയ പെപ് 2016 ഇത്തിഹാദിലെത്തുന്നത്. അന്ന് പ്രീമിയർ ലീഗിലെ പല പണ്ഡിറ്റുകളും പറഞ്ഞു പെപ്പിന്റെ കളിശൈലി ശാരീരിക ക്ഷമതയ്ക്ക് മുൻഗണന നൽകുന്ന കഠിനമായ ഇംഗ്ലീഷ് ലീഗിൽ നടപ്പാകില്ല എന്ന്. പക്ഷേ പെപ്പിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അയാൾ സിറ്റിയെ വെറുമൊരു ടീമായല്ല വളർത്തിയത്, മറിച്ച് അസാധ്യമായ പാസിങ്ങും പ്രസ്സിങ്ങും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവും ചേർന്ന ഒരു പെർഫെക്റ്റ് ഫുട്ബോൾ മെഷീനാക്കി മാറ്റി. കഴിഞ്ഞ 10 വർഷം മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലണ്ടിൽ നടത്തിയത് സമാനതകളില്ലാത്ത വേട്ടയാടലായിരുന്നു. പ്രീമിയർ ലീഗിൽ 100 പോയിന്റ് നേടി സെഞ്ചുറിയൻസായ ആദ്യ ടീം, ആഭ്യന്തര ട്രിബിൾ നേടുന്ന ആദ്യ ഇംഗ്ലീഷ് ക്ലബ്, തുടർച്ചയായ പ്രീമിയർ ലീഗ് കിരീടങ്ങൾ. എല്ലാത്തിനുമൊടുവിൽ സിറ്റി ആരാധകർ ജീവനേക്കാൾ കൊതിച്ച ആ സ്വപ്നം. 2023 ഇസ്താംബൂളിന്റെ മണ്ണിൽ ഇന്റർ മിലാനെ തകർത്ത് UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം സിറ്റിയുടെ ആകാശത്തേക്ക് പെപ്പ് ഉയർത്തി. ആ രാത്രിയോടെ പെപ് ഗാർഡിയോള സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറിക്കഴിഞ്ഞിരുന്നു. പെപ്പ് വെറുമൊരു കോച്ചല്ല, ഒരു ഫുട്ബോൾ ഫിലോസഫറാണ്. ഇൻവേർട്ടഡ് ഫുൾ ബാക്കുകളും ഫാൾസ് നൈനും ഉപയോഗിച്ച് അയാൾ ഫുട്ബോളിന്റെ തന്ത്രങ്ങളെ ഓരോ വർഷവും പുതുക്കിക്കൊണ്ടേയിരുന്നു. കെവിൻ ഡി ബ്രൂയിനെയെ ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറാക്കി മാറ്റിയതും ഫിൽ ഫോഡൻ എന്ന പ്രതിഭയെ വളർത്തിയെടുത്തതും എർലിംഗ് ഹാലൻഡിനെ ഒരു ഗോൾ മെഷീനാക്കി മാറ്റിയതുമെല്ലാം പെപ്പ് എന്ന ആശാന്റെ തന്ത്രങ്ങളായിരുന്നു. തോൽവികളിൽ നിന്ന് പഠിച്ച് ഓരോ സീസണിലും കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്നതായിരുന്നു പെപ്പിന്റെ ശൈലി. ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം അയാൾ ഇത്തിഹാദിന്റെ പടികൾ ഇറങ്ങുമ്പോൾ ട്രോഫി ക്യാബിനറ്റിൽ ഒരു പിടി കിരീടങ്ങൾ മാത്രമല്ല അയാൾ ബാക്കി വയ്ക്കുന്നത്. ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ആരും മറിക്കാത്ത ഒരു കൂട്ടം ഓർമ്മകളും സിറ്റിയെ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാക്കി മാറ്റിയ ആ വലിയ അഹങ്കാരവുമാണ്.